എടാ പപ്പ എന്ത് വിചാരിക്കും? നിനക്കൊരു ഊബർ എടുത്ത് പോയാ എന്താ? പിന്നെ നീല പറഞ്ഞ നിന്റെ വീട്ടുകാരെന്നെ പൊക്കാനായിട്ട് കുറെ അലവലാദികൾ വിട്ടിട്ടുണ്ടെന്ന്. ഇനിയിപ്പോ അവരെ വായിച്ചെന്ന് ചാടി കൊടുക്കണ്ടല്ലോ. എന്തിനാണോ പാൻ്റൊക്കെ ഊരിയിട്ട് ഓടിയത്? എടി ഞാൻ നിന്നെ വിളിക്കാം. ഗുഡ് മോർണിംഗ്. ഹായ്. ഈ തൊണ്ടി വെച്ചേ ആ തെണ്ടി എങ്ങനെ പിടിക്കും? അതെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുള്ളി ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു? പ്രേമേട്ടനോ? ആ, പ്രേമേട്ടൻ. പുള്ളി രാവിലെ തന്നെ അടിയിൽ അലമ്പാന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി വിളിച്ചിട്ടുണ്ടായി. അയ്യോ, പ്രേമേട്ടൻ രാവിലെ തന്നെ ഹൈപ്പറായി. ഇല്ല ഞാൻ പറഞ്ഞ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സെക്രട്ടറി ഒരു വള്ളിയാ. പിന്നെ നിങ്ങളുടെ എന്താ ഭാഗത്തിന് പുള്ളി ഇപ്പൊ സ്ഥലത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തപ്പി കണ്ടുപിടിക്കാനുള്ളതൊക്കെ എത്ര പെട്ടെന്ന് തീർത്തോ. അവനെ കണ്ടുപിടിച്ചേച്ച് നമ്മൾ ഇവിടുന്ന് പോകും. അത് മതി. അതിനൊരു വഴി പറഞ്ഞാടേ. വഴി. ഓ, നിങ്ങൾ പറഞ്ഞ ശരിയാ. ഈ പാർക്കിംഗ് സ്റ്റിക്കർ ഈ അപ്പാർട്ട്മെന്റിയാ. ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ആളുടെ ആണെങ്കിൽ അയാൾ ഈ ബിൽഡിങ്ങിൽ തന്നെ കാണും. ആണെങ്കിലല്ല, ആണ്. എനിക്കാ തെളിവ് കിട്ടിയതേ അവൻ്റെ ഈ കൂറ പാൻറ്റീന്ന്. അല്ല, പിന്നെ നേരിട്ട് കണ്ട ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. ഓ, ഫസ്റ്റ് പാർട്ടീസാ. ഞാൻ ഉറക്കം കളിച്ച് നോക്കുമ്പോൾ നിങ്ങളെ കാണാനില്ല. ആകെ ടെൻഷനായി പോയി. നീ അന്ന് അവനെ കണ്ടതല്ലേ? ആരെ? മറ്റേ ടീമിലെ ചെറുക്കനെ നിങ്ങൾ കണ്ടതല്ലേന്ന്. അതിന് അപ്പൊ നിങ്ങൾ ഇവിടെ ഇറങ്ങി തപ്പ് കിട്ടണോട് പോവാൻ. പിന്നെ തപ്പുമ്പോ ഒരു മയത്തിലൊക്കെ മതി, അത് മതി. നമ്മൾ ഇന്ന് തന്നെ 3 എണ്ണത്തിനെയും പൊക്കുന്നു. ജോസേട്ടന്റെ മുന്നിൽ ഇട്ടോളൂ. എത്ര മേൻ ചാള മേടിച്ച് വീട്ടിൽ പോകും. ആരുടെ മുന്നില്? മേച്ചേരി ജോസേട്ടന്റെ. എന്തിന്? ഹാ, അച്ഛൻ്റെ വീട്ടിൽ നിന്നല്ലേ അമ്മര് പെണ്ണിനെ അടിച്ചോണ്ടോ നോക്കിയത്? അവന്മാര്. അത് നമുക്ക് നോക്കാം. പിന്നെ ഈ ഫ്ലാറ്റ് തന്നെ ആവണമെന്നില്ല കേട്ടോ. അതന്നെ. അല്ല, ഈ ഒരേ പാർക്കിംഗ് സ്റ്റിക്കർ പല ഫ്ലാറ്റിന് അടിച്ചെടുക്കുന്ന ഒരു പ്രവണത ഈ ഏരിയയുടെ ഇവിടെ കണ്ടുവരുന്നുണ്ട്. അതൊരു വല്ലാത്ത പ്രവണതയായി പോയി. അങ്ങനെയൊന്നുമില്ല ബബീഷേട്ടാ. നമ്മൾ ഇതിലൊന്നും ഡിസ്ട്രാക്റ്റഡ് ആവാൻ പാടില്ല. നമ്മൾ അവനെ ഇവിടുന്ന് തന്നെ തപ്പുന്നു, പൊക്കുന്നു, പോകുന്നു. പ്രേമേട്ടാ വെക്കോ ചേട്ടാ കൂളിംഗ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞു.